വയറിന് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ഇന്നലെ തിന്ന ബീഫിന് എന്തോ ഒരു തകരാറുണ്ട് തോന്നുന്നുണ്ട്. നോക്കട്ടെ എന്തെങ്കിലും. ഇതെന്താ സാധനം? അല്ല ഇതാരീ സാധനം ഇവിടെ കൊണ്ടുവച്ചേ. ആ നല്ലൊരു കാര്യമാണുള്ളത് ചെയ്ത് വെച്ചെന്തായാലും. അല്ല വളച്ചോനെ, നമ്മളെ വാഴക്കൃഷിക്ക് പറ്റിയ സാധനമാണുള്ളത്. ഇത് ഒറ്റയ്ക്ക് കുടിച്ചാൽ പ്രശ്നമാണ്. ഒരു കാര്യം ദാസനെ വിളിക്കുക. കാരക്കുട്ട് ദാസൻ വന്നാൽ ഓനെ കൊണ്ട് നമുക്ക് ചെയ്യാം. പൈസ കൊടുക്കും വേണ്ട, ഓനക്ക് സാധനം കൊടുക്കുക, ഓനെ കൊണ്ട് വായയ്ക്ക് കുറച്ച് വളടിക്കുകയും ചെയ്യാം. നമ്മളോടെ കളി. ഓനൊന്ന് വിളിച്ചോട്ടെ. എവിടെ ഉണ്ട് ഓൻ? ഓനെ ദാസ്. ആ ഇക്കാ. ആ ഇങ്ങോട്ടുള്ളവനെ. ഞാൻ വീടിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയതാ. പെട്ടെന്ന് ചെറിയൊരു പണിയുണ്ട് ഓനെ. എനിക്ക് കുറച്ച് പണിയുണ്ട്. ഇന്നലെ അടിച്ചതിൻ്റെ ഇത് മാറിയില്ല. ഭയങ്കര തലവേദന. തലവേദന ചെറുത്തടിച്ചാൽ റെഡിയാവും. എടോ എനിക്ക് പറ്റിയ സാധനം നമ്മളെ കയ്യിലുണ്ടെന്ന്. സാധനോ? എന്താ ചിട്ട ഈ ആണോ? ചൂടുവെള്ളമല്ല, കുടിച്ചാ ചൂടാവുന്ന വെള്ളം. എന്നാ ഞാൻ ഇപ്പോൾ വരാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്. പിന്നെ ആ വായലേക്ക് വരുമ്പേ ഇത്തിരി ടച്ചപ്പും 2 ഗ്ലാസും വെള്ളമൊക്കെ എടുത്തിട്ട് വരി. വേമ്പാ കേട്ടോ. ഓ അത്ര അടിച്ചാ റെഡിയോ. പോയേക്കാം. A few moments later. മോനെ ദാസാ വാ. വാ മോനെ ദാസാ, നമുക്ക് വളർത്താലോ. വളല്ലേക്കാ കയ്യൊക്കെ നിങ്ങളൊക്കെ ഭയങ്കര പറ. നിങ്ങൾ സാധനം തരീന്ന്. ഓ ശരിയായി തരാം മോനെ. എന്നാ കുടിച്ചോ. ആഹാ അടിപൊളി സാധനമാണ്. അടിപൊളി സാധനമാണ് മോനെ. പേടിക്ക്. നമ്മളേ മരുമാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. ഗൾഫിന്നോ? വ്യത്യാസമൊക്കെ അല്ലേ? അടിപൊളി സാധനമാണല്ലോ. ഇപ്പൊ പല കളറിലെ സാധനം ഇറങ്ങി. നീല കളറില്, മഞ്ഞ കളറില്, മിറിണ്ടേന്റെ കളറില്. എനിക്കിത് അയക്കാക്ക് എത്ര വയ്ക്കണം? എനിക്ക് ഒരു സ്മോള് മതി. കുഴപ്പമില്ല. വെള്ളം ഒക്കെ ഉണ്ട് മോനെ. കുടിച്ചോ. അല്ല വെള്ളം വേണ്ടക്ക. ഒരു മിനിറ്റ്. വേണ്ട മോനെ. എങ്ങനെയുണ്ട്? ഒരു പുളിപ്പ്, ഒരു ചവർപ്പൊക്കെ ആണോ? പറയാൻ പറ്റും. ചിലപ്പോ എന്തറിയോ, ഗൾഫിലായതുകൊണ്ട് ചിലപ്പോ ഒട്ടകത്തിന്റെ മൂത്രം വാറ്റിയ സാധനം ചിലപ്പോ. അല്ല അങ്ങനത്തെ സാധനം ഉണ്ടല്ലോ, ഈ പനങ്കൂമ്പ്, അങ്ങനെ പല സാധനം വാറ്റും. പണ്ട് ഞാൻ ഗൾഫിലായിരുന്നല്ലോ, അതുകൊണ്ടാണ്. നിങ്ങൾ വേണേ കുടിച്ചോളി. അതാ നല്ലത്. വെള്ളം വേണ്ട. അല്ല എങ്ങനുണ്ട്? ഒരു ചവർപ്പ്, ഒരു പുതിയ പോലെ സാധനല്ലേ. ഒന്നും കൂടി എന്താ ഇന്നലെ നല്ല അടിച്ചോണ്ടേ. നല്ല അടിച്ചോ മോനെ. കൈ ഇങ്ങനെ വറച്ചിട്ട് ഒരു റെഡിയായി. അയ്യോ ഒരു മിനിറ്റ്. അയ്യോ കലേശോടി കുടിച്ചോളി. അല്ല ഇവിടെ അടിച്ച് ഓഫായി കിടക്കരുത്. മതി മോനെ, കുറച്ച് മതി. ഇത് വളടാളാണ്. വളമൊക്കെ നമുക്ക് ഇടാന്ന്. വളല്ലേ? വല്ലാത്ത പറയാണല്ലോ. എന്തോ ഒരു പുളിപ്പ്, ഒരു ചവപ്പ്, എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ. ഉണ്ട്. അച്ചാറത്? അച്ചാറൊക്കെ എടുത്തോ. ആണോ? കഴിച്ചോ. അച്ചാർ മാങ്ങ കുഴപ്പമില്ല. ഇത് മാങ്ങ. ഇപ്പൊ അല്ല നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ? വളർത്താലോ. വളടാ. ഇത് നമുക്ക് ഫിനിഷ് ചെയ്ത് വളർത്തിട്ട് ചെയ്താ പോരെ? അല്ല ഒന്നും കൂടി നോക്കല്ലേ? നോക്കാം. ഒന്നും കൂടി. വിറപ്പൊന്നില്ല. വിറ അങ്ങോട്ട് നിക്കുന്നില്ല. ഇല്ല. അടിച്ചോക്ക് നോക്കല്ലേ. ഇത് ഇങ്ങനെ വിറച്ചിട്ടേ. ഒരു അലക്കമ്മല പരിഗണന കൊണ്ടാണ്. അല്ല ഞാൻ തന്നെ എനിക്കൊക്കെ മറ്റേ അമ്പലത്തിൽ പോയി മണി അടിച്ചൂടെ? അല്ല വെറുതെ പിടിച്ചെടുത്താൽ മതി. പെട്ടെന്ന് വളർത്ത് തീർക്കണേ. മാരി കുടിയും കുടിച്ചിട്ടേ. അതല്ലേ. എങ്ങനെയുണ്ട്? കൊഴപ്പല്ല. ഇങ്ങോട്ട് കേറുന്നില്ല ഈ സാധനം. അതൊക്കെ ശരിയാ. ഗൾഫിന്റെ സാധനം ഇതാ തോന്നുന്നുണ്ട് അല്ലേ? അതായിരിക്കും. വളരുന്നതിന് മുന്നേ ഇന്നെ കുടിച്ചോ. കുടിക്കല്ലേ? കുടിക്കാം. ഞാനിത് കൂടി കുടിക്കട്ടെ. അല്ല അവിടെ കട്ടെ. എന്റെ മോനൊന്ന് തള്ളിക്കൂടെ അങ്ങോട്ട്. മാരി കേറ്റാണ്. ഒറ്റടിക്കുമ്പോ ശ്രദ്ധിക്കണേ. എങ്ങനെയുണ്ട്? എന്തോ ഒരു തൊണ്ടയ്ക്ക് ഒരു പിരിവിരിപ്പും വയറ്റുന്നൊക്കെ ഒരു
ഒരു പുളിപ്പ്. അതുകൊണ്ട് ഗൾഫിലെ സാധനല്ലേ, പണ്ട് നമ്മൾ അവിടെ നിന്നല്ലോ. അപ്പൊ അവിടുത്തെ പണ്ടതിലത്തെ ഒരു പുളിപ്പ് കൂടുതലാണ്. ഗൾഫിൽ ഇങ്ങനെയൊക്കെ നല്ല ഇതായിരിക്കും. സത്യം പറയണ ഇത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഗൾഫിൽ അല്ല, ഗൾഫിൽ നിന്ന് മരുമോൻ കൊണ്ടുവന്നല്ലേ. മരുമോൻ സാധനം കൊണ്ട കൊടുക്കാറില്ലല്ലോ ശരിക്കും. അല്ല പിന്നെ സത്യം എന്നോട് പറയാൻ മോനെ, നമ്മളെ വരുമ്പോ മറ്റേ ഇതിന്റെ മരല്ലേ, പൂമരം. ഏത് പൂമരം? നമ്മളാ കരടിമണ്ണ് മൂലയിലേക്ക് ഒരു പൂമരല്ലേ, ആ റോഡിന്റെ അവിടെ. ആ മരത്തിന്റെ വീട്ടില് ആരോ പൂജ ചെയ്ത് വെച്ച സാധനമാണിത്. അപ്പൊ തരോ, അപ്പൊ ഇത് കണ്ടപ്പോഴേക്ക് തോന്നി അനക്ക് തരാന്ന്. ഏത് മരത്തിന്റെ വീട്ടില്? ആ നമ്മളെ പൂമരം. ഹരിചന്ദനം പുതുകയിൽ ഞാനൊരു പാട്ടികളിൽ ഞാൻ കൂടി. കളയരുത് കളയരുത്. 100 ഉറുപ്പിക എടുത്ത് വാങ്ങിയ സാധനം ഞാൻ ഇങ്ങനെ കളയണ. ഇതിനാണ് പോകുമ്പോൾ 1000 ഉറുപ്പികക്ക് വാങ്ങുന്നല്ലേ. ഒരാൾക്കും ഞാൻ കൊടുക്കൂല. ഞാൻ ഒറ്റയ്ക്ക് അടിക്കും, വെള്ളം കൂട്ടി അടിക്കണം. ആ പള്ളിയിൽ പോയി വേണം. അടങ്ങിക്കിടക്ക് പുറത്തോട്ട് പോകാൻ പാടില്ല. ആ നോക്കട്ടെ. ഉള്ളൂ ഫിനിഷ് ചെയ്യാം. പോടാ കെട്ടി. നിനക്കൊന്നും തരില്ല. ഇത് എനിക്ക് ഒറ്റയ്ക്കേ ഉള്ളൂ, തരാനില്ല. നിനക്ക് തരാനില്ലാന്ന് കടിക്കല്ലേ. അല്ലേ തന്നെ ഇവിടെ എന്റെ 10 ദൈവങ്ങളെ മാറിക്കും എല്ലാം കൂടെ എന്നെ കടിക്കോ. വല വെക്കരുത്, വാള വെക്കരുത്. ഈ തമിഴ്നാട്ടിലൊക്കെ 100 ഉറുപ്പികയ്ക്ക് മദ്യം കിട്ടും. കേരളത്തിൽ അങ്ങനെ ആക്കാൻ പറയണം. മുഖ്യമന്ത്രിനെ വിളിച്ചിട്ട് അങ്ങനെ പറയണം. കാരണം കേരളത്തിൽ ഒന്നും കിട്ടുന്നില്ല. എൻ്റെ മദ്യദൈവങ്ങളെ, എന്നും മദ്യപിക്കാനുള്ള പൈസ ഉണ്ടായി തരണേ. മൂത്രയൊക്കെ മുട്ടുന്നുണ്ടല്ലോ. പക്ഷെ 700 ഉറുപ്പിക ഒഴിച്ച സാധനം ഒഴിച്ച് കളയാന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിച്ച് കളയില്ല. അങ്ങനെ ഞാൻ കളയാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യാം. ഇതിനെ ഞാൻ സെറ്റാക്കിയിട്ട് വെക്കും. ഓമകളെ കണ്ടു ഞാൻ തരകങ്ങൾ പുഞ്ചിരിച്ച് നീലുവാനം. ആ കട്ട് വെക്ക്, കട്ടാക്ക്. 1-ാം തീയതി ഇതിന് 800 ഉറുപ്പിക എടുത്ത് വാങ്ങിയ സാധനം ഞാനിങ്ങനെ ഭൂമിയിൽ വെച്ച് കളയും. അങ്ങനെ കളയാൻ പറ്റൂല. വളരെ കാര്യം ചെയ്യാം. അവിടെ കഥായേ. എൻ്റെ മദ്യദേവതകളെ കാത്തുകൊള്ളണേ. ഭഗവാൻ കൃഷ്ണന്റെ വാഹനമായ ചാണകമൊക്കെ ഉണ്ടല്ലോ ഇവിടെ, പശുവിൻ്റെ. എൻ്റെ മദ്യദൈവങ്ങളെ, എനിക്ക് ഡെയിലി കള്ളുടിക്കാം. ആരെങ്കിലും പറ്റിച്ച് കള്ളുടിക്കാൻ പറ്റണേ, എനിക്ക് മാത്രം. പോട്ടെ സുലാം. ആ പൂമരം. എന്താ മോനെ, എന്താ മോനെ? എന്താന്നേ, ഇന്നലെ 1-ാം തീയതി അല്ലേ, ഞാൻ ഇന്നലെ 800 ഉറുപ്പിക എടുത്തിട്ടാണ് 2 ലിറ്റർ വാങ്ങിച്ചത്. അത് കുടിച്ചിട്ട് ആരെയും വിളിച്ച് കൊടുക്കണ്ട വെച്ചിട്ട് അങ്ങനെ കുടിച്ച് ഫുള്ള് ഡ്രൈ അടിച്ചിട്ടാ വന്നത്. അപ്പൊ അവിടെ വന്നപ്പോ ഞാൻ അത് ഫുള്ള് കുടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മൂത്രയ്ക്കാൻ മുട്ടി. അപ്പൊ ഞാൻ ഈ 800 ഉറുപ്പിക എടുത്ത് ഭൂമിയിൽ ഇങ്ങനെ കളയാൻ പാടില്ല എന്നിട്ട് ഞാൻ എന്താക്കി,
ആ കിടന്ന ആ കുപ്പിയില്ലേ ഏ ആ കുപ്പി അതിലേക്ക് ഇങ്ങോട്ട് പിടിച്ചു കൊടുത്ത് ഭൂമിയിൽ കളയാൻ പാടില്ലല്ലോ. ഏത് അതാണ് നമ്മളിപ്പോ കുടിച്ച എന്റെ മൂത്രം. അതാണ് നീ ഇപ്പൊ കുടിച്ചേ? അല്ല അതാണ് ഇപ്പൊ ഞാൻ കുടിച്ചേ. ആ, എന്താ? കള്ള ഹാമുക്കെ. Oh, Udah, Pak Kakak.